നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം വണ്ടുംതറയിൽ വൻ കഞ്ചാവ് വേട്ട. 20 കിലോ കഞ്ചാവുമായി രണ്ടുപേരെ കൊപ്പം പോലീസ് പിടികൂടി. കൊപ്പം വണ്ടുംതറയിൽ നിന്നും 20.179 കിലോഗ്രാം കഞ്ചാവുമായാണ് രണ്ടുപേരെ കൊപ്പം പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊപ്പം മണ്ണേങ്കോട് പ്രഭാപുരം പടിഞ്ഞാറേതിൽ അബ്ദുൾ റഹീം 32 വയസ്സ്, മണ്ണേങ്കോട് പാലക്കാട്ടുതൊടി അസൻ 45 വയസ്സ് എന്നിവരെയാണ് ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയത്. അസൻ താമസിക്കുന്ന ഷെഡിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്തെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നാണ് കഞ്ചാവ്. കൊപ്പം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കേസിൽ പ്രതിയായ ചുണ്ടമ്പറ്റ കല്ലടി മൊയ്തീനു വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ 45 വർഷക്കാലത്തെ ആവശ്യമായ പരുതൂർ സുശീലപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടി പൂർത്തിയായതായി മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനമാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സ്ഥലം വിട്ടു നൽകേണ്ട 26 ആളുകളും അതിനുള്ള സമ്മതപത്രം കഴിഞ്ഞ ദിവസം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്ക് കൈമാറി. പള്ളിപ്പുറം ബാങ്ക് ഹാളിൽ മന്ത്രി എം.ബി. രാജേഷ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഓരോ സ്ഥലമുടമയും തങ്ങളുടെ ഭൂമി കൈമാറിയത്. 26 പേരിൽ നിന്നായി ആകെ 1 ഏക്കർ 48 സെന്റ് ഭൂമിയാണ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. RR പാക്കേജ് ഉൾപ്പെടെ 4 കോടി 1 ലക്ഷം രൂപയാണ് ആകെ നഷ്ടപരിഹാര തുകയായി നൽകുക. ഇതിനു പുറമെ വിജ്ഞാപനം വന്ന കാലം മുതൽ 12% പലിശയും ഓരോരുത്തർക്കും ലഭിക്കും. നിലവിലുള്ള കമ്പോള വിലയേക്കാൾ എത്രയോ ഇരട്ടി തുകയാണ് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത്. ഏറ്റെടുക്കുന്ന ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്തിനുള്ള 36,000 രൂപ മുതൽ 1,17,76,677 രൂപ വരെ നഷ്ടപരിഹാരമായി ലഭിക്കുന്നവരുണ്ട്. പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെ ആകെ 2 ഏക്കർ 34 സെന്റ് ഭൂമിയാണ് പദ്ധതിക്ക് ആവശ്യമായുള്ളത്. നിലവിൽ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ RBDCക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വളരെ പെട്ടെന്നു തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. സുദീർഘവും ഏറെ കാലതാമസം എടുക്കുന്നതുമായ ഭൂമി ഏറ്റെടുക്കൽ നടപടി വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസീൽദാർ മധുവിൻ്റെ ഏകോപനത്തിലുള്ള സംഘമാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജിക്കും വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫയ്ക്കും നഗരസഭയിൽ സ്വീകരണം നൽകി. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ TP ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ എന്നിവർക്കാണ് നഗരസഭാംഗണത്തിൽ സ്വീകരണം നൽകിയത്. നഗരസഭാ സെക്രട്ടറി അമൽ S ഇരുവർക്കും പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്കും ജനസേവനത്തിനും പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും സെക്രട്ടറി വാഗ്ദാനം ചെയ്തു. ചടങ്ങിൽ നഗരസഭയിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. വരും ദിവസങ്ങളിൽ നഗരസഭയുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുന്നതിനും മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികൾ വേഗത്തിലാക്കുന്നതിനും മുൻഗണന നൽകുമെന്ന് സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കവേ ചെയർമാൻ TP ഷാജി സൂചിപ്പിച്ചു. പരുതൂരിൽ ഭരണം പിടിച്ചെടുത്ത LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മന്ത്രി M.B. രാജേഷ് സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പരുതൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, വൈസ് പ്രസിഡന്റ് KC അലീഖ്പാൽ, പരുതൂർ പള്ളിപ്പുറം ബ്ലോക്ക് ഡിവിഷനിൽ വിജയിച്ച ജനപ്രതിനിധികൾ, പരുതൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. പാലത്തറയിൽ വെച്ചായിരുന്നു സ്വീകരണ പൊതുയോഗം. മന്ത്രി M.B. രാജേഷ് സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളെയും നിസ്സഹകരണത്തെയും അതിജീവിച്ചുകൊണ്ടാണ് MLA എന്ന നിലയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത്. UDF ഭരണസമിതിയുടെ സമീപനം എന്തായിരുന്നു? നാട്ടിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിലും വിരോധമില്ല, സർക്കാരിന്റെ LDF സർക്കാരിന്റെ ഒരു കാര്യം ഇവിടെ അങ്ങനെ നടക്കണ്ട എന്നതായിരുന്നു മനോഭാവം. അതിനെല്ലാം അതിജീവിച്ചിട്ടാണ്, തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും മാത്രമാണ് അവരുണ്ടാക്കിയത്. പരിപൂർണമായ നിസ്സഹകരണമായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. MLA എന്ന നിലയിൽ UDFന്റെ എല്ലാ ഭരണസമിതികളും ഇങ്ങനെയല്ല പെരുമാറിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മോശമായ പെരുമാറ്റം, സമീപനം ഉണ്ടായ ഒരു പഞ്ചായത്ത് ഭരണസമിതി പരുതൂരാണ്. മറ്റൊന്ന് UDFന്റെ തന്നെ പട്ടിത്തറയിലേതായിരുന്നു. എന്നാൽ UDF തന്നെ ഭരിച്ച ആനക്കരയെ കുറിച്ചും ചാലിശ്ശേരിയെ കുറിച്ചും അന്ന് ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അവർ പൊതുവിൽ വികസന കാര്യങ്ങളിൽ സഹകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പരുതൂരിലൊരു മാറ്റം വന്നിരിക്കുന്നു. ഈ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിച്ച് നമുക്ക് ഇത്രയേറെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ
ഇനി LDF ഭരണസമിതിയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി പരുതൂരിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ വിസ്മയിപ്പിക്കുന്ന ഒരു കുതിപ്പായിരിക്കും നമുക്കുണ്ടാക്കാൻ കഴിയുക. CPI തൃത്താല മണ്ഡലം സെക്രട്ടറി ET ഐദ്രോസ് അധ്യക്ഷനായിരുന്നു. LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PK ചെല്ലുക്കുട്ടി, CPM കുളമുക്ക് ലോക്കൽ സെക്രട്ടറി K സുധാകരൻ, PT അബൂബക്കർ, VP ഹരിനാരായണൻ, EP ശിവശങ്കരൻ, M മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിളയൂർ സെന്ററിൽ ഇനി മിനി മാസ്റ്റ് ലൈറ്റിന്റെ വെള്ളി വെളിച്ചം. നവീകരിച്ച ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ നിർവഹിച്ചു. വിളയൂർ സെന്ററിൽ ഏറെക്കാലമായി ഉപയോഗപ്രദമാവാതെ കിടന്നിരുന്ന മിനിമാസ് ലൈറ്റാണ് നവീകരിച്ച് ഉപയോഗപ്രദമാക്കിയത്. മുൻ MLA CP മുഹമ്മദിന്റെ ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച മിനിമാസ് ലൈറ്റാണ് നവീകരിച്ച് വിളയൂർ സെന്ററിൽ പ്രകാശപൂരിതമായിരിക്കുന്നത്. നവീകരിച്ച ലൈറ്റിന്റെ ഔപചാരികമായ സ്വിച്ച് ഓൺ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ നിർവഹിച്ചു. വിളയൂർ സെന്ററിൽ പ്രകാശപൂരിതമാകണം എന്ന നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അന്നത്തെ നമ്മുടെ MLA ശ്രീ CP മുഹമ്മദ് അവർ ഈ ഒരു ഹൈമാസ് ലൈറ്റ് നമുക്ക് അനുവദിച്ചു തന്നത്. അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു ചുമതലയാണ്. അത് യഥാസമയം നിർവഹിക്കുന്നതിൽ നമ്മുടെ പഞ്ചായത്തിൽ കുറച്ച് അലംഭാവം വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിളയൂർ സെൻറ്റർ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അങ്ങാടിയാണ് വിളയൂർ സെൻറ്റർ. അത് നമ്മുടെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളും കൂടിയായിട്ട് എപ്പോഴും ആളുകളുടെ ഒരു സഞ്ചാരം എപ്പോഴുള്ള ഒരു മേഖലയാണ്. നമ്മൾ ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു വർഷത്തിലധികമായി ബോർഡിൽ ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വിളയൂർ സെൻറ്ററിൽ ലൈറ്റ് ഒന്ന് റിപ്പയർ ചെയ്ത് പ്രവർത്തനക്ഷമമാക്കി തരണം എന്ന്. പക്ഷെ പലപ്പോഴും അത് വേണ്ട രീതിയിൽ അത് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലൊക്കെ ഞങ്ങളൊക്കെ ജനപ്രതികൾ എന്ന രീതിയിൽ നമുക്ക് വളരെ ദുഃഖിതരായിരുന്നു. എന്തായാലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പോലെ നിങ്ങളുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഫലമായി ഇത്തവണ UDF അധികാരത്തിൽ വരാനും വിനീതനായ എന്നെ പ്രസിഡന്റാക്കി തിരഞ്ഞെടുക്കാനൊക്കെ ഒരു അവസരം നമുക്ക് കൈവന്നു. എനിക്ക് ആസ്ഥാനത്തിരിക്കാൻ ഒരു അവസരം നൽകുകയുണ്ടായി. ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതികളുടെയും നിങ്ങളുടെ എല്ലാവരുടെയും ഈ താല്പര്യവും നിങ്ങളുടെക്ക് ഇതിനോട് ബന്ധപ്പെട്ട ആകാംക്ഷയും ഒക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ സത്യത്തിൽ ഈ ബോർഡൊക്കെ വന്ന് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബന്ധപ്പെട്ട ഏജൻസികളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MT അമീർ, ഷഹന ഷഫീഖ്, മുൻ മെമ്പർ CP ഷംസുദ്ദീൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 4ാമത് നാഷണൽ ലെവൽ വുഷു കുംഫു ചാമ്പ്യൻഷിപ്പ് പട്ടാമ്പിയിൽ നടന്നു. ശനി ഞായർ ദിവസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കവി P രാമൻ പതാക ഉയർത്തി. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിൻ നിർവഹിച്ചു. സിഫു ഷബീർ ബാബു അധ്യക്ഷത വഹിച്ചു. P രാമൻ മുഖ്യപ്രഭാഷണം നടത്തി. പിന്നണി ഗായിക രാധിക അശോക്, കഥാകൃത്ത് TV M അലി, മുൻ പഞ്ചായത്ത് അംഗം ഫാത്തിമ സീനത്ത്, തങ്കമണി കർണാടക ഹുസൈൻ തട്ടത്താഴത്ത്, സുധീർ കുമാർ, ഹിളർ, സത്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഫ്ളാഗ് ഹോസ്റ്റിംഗ്, മാർച്ച് പാസ്റ്റ്, പൊതുസമ്മേളനം, കലാവതരണം എന്നിവ നടന്നു. വുഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി YSK അക്കാദമിയാണ് ദ്വിദിന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 30-ലേറെ അക്കാദമികളിൽ നിന്ന് 400-ൽ പരം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചത്. ഞായറാഴ്ച വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. തൃത്താല, തിരുമിറ്റിക്കോട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ ജയന്തി വിജയകുമാർ, KP വിഭിലേഷ്, പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യൻ എന്നിവർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നിങ്ങൾ കേൾക്കുന്നില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയുന്നത് ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ അടിസ്ഥാനമാണല്ലോ അല്ലേ? നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് പറയാന്ന് ഒരാള് മരണപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ആദ്യം നോക്കുന്നത് എന്താ? ഹൃദയം പിടിക്കുന്നുണ്ടോ, ശ്വാസം ഉണ്ടോ എന്നല്ലേ നോക്കുക അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ആ ആരോഗ്യത്തെ ഏറ്റവും ശക്തമായി നിലനിർത്താനാണ് നമ്മൾ കുങ്ഫു പഠിക്കുന്നത്, വുഷു പഠിക്കുന്നത്, കരാട്ടെ എല്ലാം പഠിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ മത്സരം നടത്തിയിട്ട് എല്ലാവരും ജയിക്കണം, എല്ലാവരും തോൽപ്പിക്കണം എന്നുള്ള മനസ്സാവരുത്. ഒരാൾ അപ്പുറത്ത് ഇടികിട്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ. രാമൻകുളങ്ങര അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ മണ്ഡല നിറമാല പൂരാഘോഷം നടത്തി. പൂരത്തോടനുബന്ധിച്ച് ഡിസംബർ 25 വ്യാഴാഴ്ച ദേശത്തെ കലാകാരന്മാരുടെയും കലാകാരികളുടെയും നൃത്തസന്ധ്യ അരങ്ങേറി. 26 വെള്ളിയാഴ്ച രാവിലെ പറയെടുപ്പ്, തുടർന്ന് പറ പുറപ്പാട്, വൈകിട്ട് ദീപാരാധന, ശേഷം ചമയ പ്രദർശനം, രാത്രി 7:30 മേളം, ശനിയാഴ്ച ഉച്ചയ്ക്ക് തിടമ്പെഴുന്നള്ളിപ്പ്, 1 മണിക്ക് കേളി, കൊമ്പുപറ്റ്, അടാട്ടുകുന്ന വിഭാഗം പന്തലിൽ നിന്ന് ചെണ്ടമേളം, 3 ആനകളുടെ അകമ്പടിയോടുകൂടി തേവർ ഇരുത്തിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് മെയിൻ റോഡിൽ കൂടി എഴുന്നള്ളിപ്പ്, ചോറ്റാനിക്കര വിജയന്മാരാർ നയിച്ച മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവ അരങ്ങേറി. ചെർപ്പുളശ്ശേരി ജയനും വിജയനും ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും നടന്നു.
ഞായറാഴ്ച പുലർച്ചെ 3-ന് പൂര കമ്മിറ്റി വനിതാ മെമ്പർമാരുടെ താളത്തോടുകൂടി പൂരം ആവർത്തനം നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.